പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ 3-ാം വാക്യം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമാൻ വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ദൈവം പിതാവുമായി വാഴ്ത്തപ്പെട്ടു. അപ്പം നമ്മുടെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പം സ്വർഗത്തിൽ എന്നുള്ള അപ്പൊ ദൈവം സകല ആത്മീയ അനുഗ്രഹത്തിലൂടെ നമ്മൾ പലപ്പോഴും ചിന്തയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. സകല അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് ആത്മീയ അനുഗ്രഹം എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അത് ഈ ഭൗതികം അല്ലെന്ന് പറയാറുണ്ട്. പക്ഷേങ്കില് നമ്മുടെ ഭൗതികമായ സകല അനുഗ്രഹങ്ങളും ആത്മീയമായ അനുഗ്രഹത്തോട് കണക്റ്റഡ് ആണ്. ഹല്ലേലൂയ. ആരെങ്കിലും അത് ക്യാമറ ആണോ? ആത്മീയമായ അനുഗ്രഹത്തോട് കണക്റ്റഡ് ആയിട്ടാണ് നമ്മുടെ ഭൗതിക അനുഗ്രഹം. അപ്പൊ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഭൂമിയിൽ നമുക്ക് വേണം, നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന സകല അനുഗ്രഹങ്ങൾ അതിനകത്തുണ്ട്. കാരണം ഗലാത്യ ലേഖനം കൃത്യമായി പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താ പറയാ, അബ്രഹാമിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവേശ ജാതികളാ നിങ്ങൾക്ക് എന്റെ ആത്മാവെന്ന വാഗ്ദത്ത വിഷയത്തെ പ്രാപിപ്പാൻ തന്നെ. അപ്പം അബ്രഹാമിനോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും ഹല്ലേലൂയ പുതിയ നിയമ ഇസ്രായേലിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആത്മാവെന്ന ഏക വാഗ്ദത്തത്താലാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ പ്രത്യേകമായി പറഞ്ഞു, നിങ്ങൾ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കും. ആ വാഗ്ദത്തം ഇവിടെ ഭൂമിയിൽ കാറ് കിട്ടുന്ന, വീട് കിട്ടുന്ന ഒന്നുമല്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളത് തന്നെയാണ്. ഹല്ലേലൂയ. ശക്തി ധരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഹല്ലേലൂയ. അപ്പൊ ശക്തി ധരിക്കുക എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കുക. ഹല്ലേലൂയ. അഭിഷേകത്തെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ ഫുൾനെസ് ആയിട്ട് ഹോളി സ്പിരിറ്റ് നമ്മളിലേക്ക് വരും. ഈ പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മൾ സകലം നേടിയെടുക്കേണ്ടത്. ഹല്ലേലൂയ. നമുക്കിവിടെ എല്ലാം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്, ദൈവം സകലം തന്നു. പക്ഷെ സ്വന്തമാക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഉത്തരവാദിത്വം. ഹല്ലേലൂയ. സ്വന്തമാക്കുന്ന ആത്മീയമായിട്ടുള്ള സകല ആത്മീയനാണോ നമ്മൾ? ദൈവത്തിന്റെ മക്കളാണോ നമ്മൾ? നമ്മളോട് ഞാൻ പല പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. സ്വർഗ്ഗസ്ഥനായ പിതാവിൻ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാൻ എത്ര അധികമായി നൽകുന്ന അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിലെ അപ്പൻ കൊടുക്കുന്ന ദാനങ്ങളെ കുറിച്ച്, നല്ല ദാനങ്ങളെ കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് സ്വർഗത്തിലെ അപ്പൻ നമുക്ക് തരുന്ന നല്ല ദാനം എന്താണെന്ന് വെച്ചാൽ അത് പരിശുദ്ധാത്മ മാത്രമാണ്. നമ്മളോട് ദൈവം വാഗ്ദത്തം ചെയ്ത് നമുക്ക് തന്നിരിക്കുന്നു, പക്ഷെ സ്വന്തമാക്കുക നമ്മുടെ ഉത്തരവാദിത്തം. നമ്മുടെ സംഖ്യാപുസ്തകത്തിലേക്ക് പോയിട്ട് 33-ാം അധ്യായത്തിൽ 53-ാം വാക്യം പറയുന്നത്, നിങ്ങൾ ദേശം കൈവശമാക്കി അതിൽ കുടിപ്പാർക്കണം. നിങ്ങൾ കൈവശമാക്കണം, ഞാൻ ആ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ കുടുംബമായി ദേശം ചീട്ടിട്ട് അവകാശമാക്കണം. ഹല്ലേലൂയ. അവിടെ ഇസ്രായേൽ ജനത്തോട് മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുന്ന വാഗ്ദത്തമാണ്, അല്ല വാക്കാണ് അവിടെ പറയുന്നത്. എന്താ വെച്ചാൽ നിങ്ങൾ ദേശം കൈവശമാക്കി അത് കുടിപ്പാർക്കണം. നിങ്ങൾ കൈവശമാക്കണം, ഞാൻ ആ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആ ദേശം നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു, പക്ഷെ നിങ്ങൾ പോയിട്ട് വേണം കൈവശമാക്കണം. ഓൾറെഡി കനാൻ ദേശം ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്നു, പക്ഷേ അവരുടെ ഉത്തരവാദിത്വമാണ് പോയിട്ട് കൈവശമാക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അവിടെ കൈവശം അങ്ങനെ തന്നെ പറഞ്ഞു, ആ ദേശം നിങ്ങൾക്ക് നിങ്ങൾ കുടുംബം ദേശം ചീട്ട് അവകാശമാക്കണം. അപ്പൊ നിങ്ങൾ പോയിട്ട് അവകാശമാക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ദൈവം തരാനുള്ളതെല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ പക്ഷേ അത് കൈവശമാക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തന്നിട്ടില്ല, അയ്യോ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ദൈവം പറയും, ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, വീണ്ടും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. അത് സ്വന്തമാക്കുക എന്നുള്ളത്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് പോലെ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന, നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ട സ്ഥലം, 1-ാം അധ്യായം 3-ാം വാക്യം ഞാൻ പറയാം, നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ട സ്ഥലം ഒക്കെ ഞാൻ മോശയോട് കൽപ്പിച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. പരിഭൂമി ഈ ലബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യയുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹ്മാ സമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും.
നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയുടെ കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാർ സത്യം ചെയ്ത ദേശം ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എന്റെ ദാസനെ മോശ നിന്നോട് കൽപ്പിച്ചുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ട എന്ന് ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കേണ്ടത്. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നീങ്ങിപ്പോ അതിൽ എഴുതിയിരിക്കുന്നത് പോലൊക്കെയും പ്രമാണിച്ചു നടക്കുന്നത് ഈ രാവും പകലും ധ്യാനിച്ചുകൊണ്ട്, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. നീ കൃതാർത്ഥനായിരിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെട്ട് ഭ്രമിക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു. അപ്പൊ മോശയോട് വീണ്ടും ദൈവം എടുത്തു പറയുന്നുണ്ട്. ഹല്ലേലൂയ. വീണ സിസ്റ്റർ വീണ്ടും പോയാ എടുത്തു പറയേണ്ടതിന് ദൈവം ഇവിടെ പറയുന്ന ഹാല്യമാണ്. ഹല്ലേലൂയ. അപ്പൊ ദേശം കൈവശം മോശയോട് കൽപ്പിച്ചതുപോലെ ആ ദേശം കൈവശമാക്കണം. ആ ദേശം കൈവശമാക്കണത് ഞാൻ നിന്നോട് കൂടെ, നീ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. അപ്പൊ നീ പോകണം. നീ ഉറപ്പും ധൈര്യമുള്ളവനായിട്ട് പോകണം. നിന്റെ നേരത്ത് ഒരു മനുഷ്യൻ നിൽക്കത്തില്ല. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പക്ഷേ ഈ ചെന്ന് ഈ ദേശം കൈവശമാക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തം, നിങ്ങളുടെ ഓരോരുത്തരും ഉത്തരവാദിത്തം. അതിനെന്താ ചെയ്യേണ്ടത്? ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ നീ പാലിക്കണം. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത്. ഹല്ലേലൂയ. നമ്മൾ ദൈവമക്കളിൽ ദൈവം സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇത് സ്വന്തമാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. പക്ഷെ അത് സ്വന്തമാക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? നമുക്ക് വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അത് അനുസരിച്ച് നടക്കണം. അത് വിട്ട് നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവത്തിന്റെ കൽപ്പനകൾ കേട്ട് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് അനുസരിച്ച് നടക്കണം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ജോഷയോട് പറഞ്ഞു, ജോഷ അവിടെ പുറപ്പെട്ടു. ദൈവം പറഞ്ഞ നീ ചെന്ന് ദേശം കൈവശമാക്കണം. ഹല്ലേലൂയ. അത് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, പക്ഷെ കൈവശമാക്കുക എന്നുള്ളത്. പക്ഷെ മോശയോട് പുറപ്പെട്ടു നമുക്ക് കാണാം. മോശയുടെ മുമ്പ് ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. എരിഹോ കോട്ട നിപ്പുണ്ടായിരുന്നു, അല്ലെ? സോറി, ജോഷയുടെ മുമ്പ് എരിഹോ മതിൽ നിപ്പുണ്ട്. പക്ഷെ അത് താഴെ ഇടുക എന്നുള്ളത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. അവര് പോകുന്ന വഴിക്ക് ഹല്ലേലൂയ അവിടെ ദേശം നിങ്ങൾക്ക് ഇപ്പൊ മോശമാണ് പുറപ്പെട്ട പോലെ എന്താ മോശയുടെ കൂടി ചെങ്കടൽ തുറന്നു പിറക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഉത്തരവാദിത്തം. ആരാ പറഞ്ഞത്? നിങ്ങൾ പോയി നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു. അപ്പൊ തന്നിരിക്കുന്നു എന്ന് പറയുമ്പം നമ്മൾ അതിലേക്ക് നടക്കണം. അതിനിടയ്ക്ക് നമുക്ക് തടസ്സങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും, പ്രതികൂലങ്ങളുണ്ടാവും. അത് തരണം ചെയ്ത് നമ്മൾ മുൻപോട്ട് പോകാൻ വേണ്ടി സഹായിക്കുന്ന ദൈവമാണ്. ഞാൻ പറയാൻ മനസ്സിലാകുന്നുണ്ടോ? ദൈവം ഒരിടത്തേക്ക് നമ്മളോട് പോകാൻ പറഞ്ഞാ അയ്യോ അവിടെ പ്രതികൂലമല്ലേ ദൈവമേ, അങ്ങോട്ട് പോകുമ്പോ അതല്ലേ, ഇവിടെ ബുദ്ധിമുട്ടല്ലേ, അല്ലെങ്കിൽ അങ്ങനെ സംഭവം നിൽപ്പല്ലേ അവിടെ, അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം പറഞ്ഞ ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ് ആ റൂട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് തരിക എന്നുള്ളത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ദൈവം പറഞ്ഞത് കേട്ട് അനുസരിച്ച് പോകണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞോട് നോഹയോട് പറഞ്ഞു പെട്ടകം നോഹയാണ് പണിഞ്ഞത്. പക്ഷെ പെട്ടകം ആരുടെ സ്വപ്നമായിരുന്നു? ആരാണ് ഡിസൈൻ കൊടുത്തത്? ആരതിന്റെ അളവ് കൊടുത്തത്? ആ അളവിലും വലുപ്പത്തിലും ഒരു വ്യത്യാസം പോലും ഇല്ല നോഹയത് പണിഞ്ഞത്. കാരണം വരാൻ പോകുന്ന പ്രളയം എത്ര വലുതാണെന്ന് ദൈവത്തിന് അറിയാവുന്നുള്ളൂ. അപ്പൊ പെട്ടകം എത്ര ഉറപ്പുള്ളതായിരിക്കണം, എത്ര വലിപ്പമുള്ളതായിരിക്കണം, അത് എങ്ങനെയുള്ളതായിരിക്കണം ദൈവത്തിനാണ് കൃത്യമായി അറിയാവുന്നത്. അതുകൊണ്ട് ദൈവം അത് നോഹയോർക്ക് പറഞ്ഞു കൊടുത്തു. നോഹ അത് കേട്ട് അതുപോലെയാണ് പണിഞ്ഞത്. ഒരിഞ്ച് പോലും, 1 മില്ലിമീറ്റർ പോലും വ്യത്യാസം വരുത്താതെ പറഞ്ഞ അതേ തടി കൊണ്ട് അതേ വലിപ്പത്തിലാണ് പണിഞ്ഞത്. അല്ലേ? അതുകൊണ്ട് അതിനകത്ത് അപ്പൊ സേഫ് ആയിട്ട് അവർക്ക് പോകാൻ പറ്റി. അപ്പൊ ദൈവം പറയുന്ന കേട്ട് അനുസരിച്ച് അതേപോലെ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനുള്ളിൽ സേഫ് ആയിട്ട് നമുക്ക് ദൈവം പറഞ്ഞ സകലതും പ്രാപിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. അല്ലെ? ജോഷുവയുടെ ഇവിടെ പുറപ്പെടാം. ജോഷുവപ്പെട്ട് എരിഹോ കോട്ട. ഹല്ലേലൂയ. നമുക്ക് കാണുന്നുണ്ട് ചെങ്കടൽ മോശയോട് പറഞ്ഞു, മോശ പുറപ്പെട്ടു. ചെങ്കടൽ കാണുന്നുണ്ട്. അത് ദൈവം എരിഹോ കോട്ട ദൈവം തന്നെ തകർത്തു കൊടുത്തു. ഹല്ലേലൂയ. അടുത്ത എന്താ പറയാ, യോർദാൻ വന്ന് നിൽക്കുക. ഭയങ്കര തടസ്സം. അതുവരെ മരണ യോർദാൻ എന്ന് പറഞ്ഞ യോർദാന്റെ മുമ്പിൽ എത്തി നിൽക്കും. അവിടെ എന്താ ചെയ്യേണ്ടത്? അതും ദൈവം ജോഷയോട് പറഞ്ഞു പെട്ടകം വെച്ച് പുരോഹിതൻ കാല് വെക്കുക. യോർദാൻ 2ആയി പിരിച്ചു കൊടുത്തല്ലേ? അപ്പൊ ഈ വക തടസ്സങ്ങളൊക്കെ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നതെല്ലാം ദൈവമായിട്ടാണ് അതെല്ലാം മാറ്റിക്കൊടുത്തത്. പക്ഷേ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ദൈവം പറഞ്ഞത് കേട്ട് വിശ്വസിച്ചു, അത് അനുസരിച്ചു, അതേപോലെ തന്നെ മുന്നോട്ട് പോയി. അതിനിടയ്ക്ക് നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരിടത്ത് വെച്ചിട്ട് ഒരു കളത്തരം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് എന്താ സംഭവിച്ചത്? തോറ്റു അവര്. ഹല്ലേലൂയ. അപ്പൊ പാപം വന്നപ്പോഴത്തേന് തോറ്റു. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ച് നടക്കുക വെച്ചാൽ അതുപോലെ നടക്കണം. അത് വിട്ട് ഇടത്തോട്ടോ, അപ്പൊ അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പരാജിതരായി പലപ്പോഴും മുന്നേറുവാൻ കഴിയാതെ നിൽക്കുന്ന, അല്ലെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കാതെ വണ്ണം നിൽക്കുന്ന. ഞാൻ ഇന്നലെ രാത്രി വൈകിട്ട് ഇങ്ങനെ നമ്മുടെ ഒരു പാസ്റ്ററായിട്ട് സംസാരിച്ചപ്പോ
ഞാൻ പറഞ്ഞു ദൈവീയ വാക്തത്വത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ധർമാക്കണ്ട പാസ്റ്റർ എന്നോട് ഒരിക്കൽ പറഞ്ഞു 2022 കഴിയുമ്പോൾ എന്ന് പറയും എന്നോട് ഒരു വാക്തത്വം പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതെനിക്ക് പ്രാപിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ കുറവായിരിക്കും ചിലപ്പം. ഹല്ലേലൂയ. ആ ദൈവദാസൻ പറഞ്ഞേക്കുന്ന ഒരാലോചന പോലും ഇതുവരെ മാറിപ്പോയിട്ടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാവരും സാക്ഷ്യമാണ്. അപ്പൊ ചിലപ്പോ എന്റെ പ്രാർത്ഥനക്കുറവോ അല്ലെങ്കിൽ എന്റെ അതിനുള്ള സമർപ്പണക്കുറവായിരിക്കും 2024 പകുതിയായിട്ട് എനിക്ക് അതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ. അതെന്താ കാരണം വെച്ചാൽ വാക്തത്വം പറഞ്ഞാളുടെ കുഴപ്പമല്ല, ഹല്ലേലൂയ, ദൈവത്തിന്റെയും കുഴപ്പമല്ല. നമ്മൾ ഓരോരുത്തരുടെയും ഹല്ലേലൂയ ആ സമർപ്പണമില്ലായ്മയോ പ്രാർത്ഥനയില്ലായ്മയോ അല്ലെങ്കിൽ അതിലേക്ക് ദൈവം പറഞ്ഞത് കേട്ട് നമ്മൾ അതുപോലെ അനുസരിച്ച് നമ്മൾ നിൽക്കാത്തതിന്റെ കാരണമായിരിക്കും. അപ്പൊ ആ ദൈവദാസനോട് പറഞ്ഞു ഞാനും ഒരു വാക്തത്വം 2016 തുടങ്ങി കേൾക്കാൻ തുടങ്ങി 24 ഇതുവരെ എനിക്കത് സാധിച്ചിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ എന്റെ പ്രാർത്ഥനക്കുറവായിരിക്കും. ഹല്ലേലൂയ. അപ്പം ഇത് നമ്മൾ തമാശയായിട്ടല്ല ഞാൻ പറയുന്നത്, കാരണം ഇത് സീരിയസ് ആയിട്ടാണ്. കാരണം ദൈവം പറയുന്ന വാക്തത്വങ്ങൾ ആമേ ഹല്ലേലൂയ നമ്മൾ അവിടെ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, നിങ്ങൾ ഉറപ്പും ധൈര്യം, നിങ്ങൾ പോകുന്നിടത്തൊക്കെ ആമേ നിങ്ങൾ കൃതാർത്ഥരാന്ന് വെച്ചാൽ നിങ്ങൾ പോകുന്നിടത്തൊക്കെ നിങ്ങൾക്ക് ജയമുണ്ട്, കാരണം ഞാൻ നിങ്ങൾ. പക്ഷെ എന്നിട്ടും അവര് ആ ചെറിയ പട്ടണത്തോട് ഹല്ലേലൂയ തോറ്റു. യുദ്ധം എന്തുകൊണ്ടാ തോറ്റത്? ഹല്ലേലൂയ അതിനിടയിൽ ദൈവം പറഞ്ഞത് കേൾക്കാതെ അനുസരിക്കാതെ ഒരു പ്രവൃത്തിയോടെ നടന്നു. ഹല്ലേലൂയ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മളെ ഞാൻ പറയും എപ്പോഴും ഞാൻ പറയും ദൈവത്തോട് ദൈവമേ തരണമേ 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 എന്ന് ചോദിക്കേണ്ട. ദൈവം പറയും ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ എപ്പോഴൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പണ്ട് വേണുപാസ്റ്റർ ഒരു കുഞ്ഞ് ജനിച്ച് ഹല്ലേലൂയ ജനിക്കുമ്പോ തന്നതിന് മുമ്പേ അവളെ ദൈവം ഡോക്ടറായിട്ടോ എഞ്ചിനീയറായിട്ടോ അല്ലെങ്കിൽ എന്തായിട്ടോ ദൈവം കണ്ടേക്കുന്നതെന്ന് വെച്ചാൽ അവളെ അതായിട്ട് ദൈവം കാണും. ദൈവം അവളെ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴാ വിളിക്കുന്നത്? അവളെ പഠിപ്പിച്ച് അവള് പോയി ഡോക്ടറുടെ MBBS ഒക്കെ കഴിഞ്ഞു ആ സർട്ടിഫിക്കറ്റ് കൈ കിട്ടി അവള് അത് യോഗ്യയായി കഴിയുമ്പോൾ നമ്മള് ഡോക്ടർ നമ്മൾ പറയും. പക്ഷെ എങ്കിൽ ദൈവം എപ്പോഴല്ല പറയുന്നത്. ദൈവം ഒരു ഉദരത്തിൽ ഉരുവാകുന്ന ദൈവം അവളെ എന്താ കണ്ടത്, ഏത് പൊസിഷൻ കണ്ടത്. അപ്പൊ നമ്മൾ യോസഫിനെ കുറിച്ച് ദൈവം യോസഫ് അപ്പന്റെ ഭവനത്തിലായിരിക്കുമ്പോഴേ കണ്ട് ഫറവോന്റെ ഹല്ലേലൂയ അവിടുത്തെ ഏറ്റവും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന യോസഫിനെ കണ്ടത്. അതാണ് ദർശനം കൊടുത്തത്. പക്ഷെ യോസഫ് എപ്പോഴാ ഇത് മനസ്സിലായി, എപ്പോഴാ ഇതിലേക്ക് എത്തിയത്? യോസഫ് കഷ്ടതയെല്ലാം പെട്ടിട്ട് അവസാനമാണ് മൊമെന്റിലാണ് അവിടെ എത്തുന്നത്. ഹല്ലേലൂയ. എപ്പോഴാ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങളൊക്കെ വന്ന് വണങ്ങല്ലേ, എപ്പോഴാ സഹോദരന്മാരൊക്കെ വന്ന് വണങ്ങുന്നത് കാണുന്നത്. അപ്പം അത് നമ്മൾ ആ 20 ദിവസം വായിച്ച് ഏകദേശം എത്താറാകുമ്പോഴാണ് കാണുന്നത്. ഹല്ലേലൂയ. അപ്പം പക്ഷേ ദൈവം എപ്പോഴാ അത് പറഞ്ഞത്? അതിന്റെ ആരംഭത്തിൽ പറഞ്ഞു. ഹല്ലേലൂയ. കാരണം യോസഫിന് 13 വയസ്സുള്ളപ്പോഴാണ് ദൈവം ദർശനം കൊടുത്തെങ്കിൽ 30ാമത്തെ വയസ്സിൽ അത് പ്രാപിച്ചെടുത്ത പക്ഷേ എന്ന് വെച്ചാൽ 13 വയസ്സിൽ കൊടുത്തത് ഹല്ലേലൂയ അവിടം വരെ എത്തുന്ന കാലഘട്ടം ഉണ്ടായിരുന്നെങ്കിലും അത് ഹല്ലേലൂയ യോസഫ് ദൈവത്തിന് യഹോവയെ അനുസരിച്ച് തന്നെ യഹോവ ഭയപ്പെട്ട് ദൈവം കൂടെ ഉണ്ടായെന്ന് പറയുന്ന പോലെ അങ്ങനെ നമ്മൾ നടക്കുകയാണ്. നമ്മൾ അവിടെ എത്തുക തന്നെ. പക്ഷെ ഇത് ആ എത്തുമ്പോ അത്രയൊക്കെ നടന്ന് അവിടെ എത്താൻ 30ാമത്തെ വയസ്സിലല്ല ആ സംഭവം വന്നത്. സംഭവം വന്നത് 13ാമത്തെ വയസ്സിലെ ദൈവം അത് ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലേ? ആണല്ലോ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ പറയാം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല, ദൈവം ചില സമയം നിങ്ങളൊക്കെ പോകണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്ന ദൈവം പറയും നിങ്ങൾ ഇന്നത്തെ ഫ്ലൈറ്റ് കാണും, നിങ്ങൾ ഇന്നത്തെ യാത്ര ചെയ്യാൻ പോകുന്നു. എന്താ അപ്പൊ നിങ്ങൾ എപ്പോഴാ ആ സമയം ആകുമ്പോൾ യാത്ര ചെയ്യാൻ പോകുമ്പോൾ എല്ലാം റെഡിയായി വിസ ടിക്കറ്റ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ അയ്യോ ഞാൻ പോകാൻ പോകുന്നു പറയും. പക്ഷെ ദൈവം എപ്പോഴല്ല, ദൈവം അതിന് മാസങ്ങൾക്ക് മുമ്പേ കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് പോകാൻ പോകുന്നു. അല്ലേ? അപ്പൊ ഓരോ കാര്യങ്ങളും ദൈവം അങ്ങനെയാണ് വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഓൾറെഡി അതിനെ അങ്ങനെ സംഭവിക്കാനായിട്ട് അത് അതിനു വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കാം. സമയാസമയങ്ങൾ അത് നടക്കുന്നു. അപ്പൊ അതുകൊണ്ട് പക്ഷെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇപ്പോഴും പ്രാർത്ഥിക്കും ദൈവമേ എനിക്ക് അത് തന്നെ, ദൈവമേ എനിക്ക് ഇത് തന്നെ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ തരണേ നല്ല ദൈവം തന്നിട്ടുള്ളതിനെ പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിനെ പ്രാപിച്ചെടുക്കുക എന്നുള്ള ബുദ്ധിയുള്ളവർ അതാ ചെയ്യുന്ന. ഹല്ലേലൂയ. ദൈവമേ തരണമേ എന്ന് യാചിക്കത്തില്ല. കാരണം ദൈവം തന്നിട്ടുള്ളതിനെ സ്തോത്രം ചെയ്തുകൊണ്ട് ഹല്ലേലൂയ അനുഗ്രഹിച്ചിട്ടുള്ള അനുഗ്രഹത്തെ സ്തോത്രം ചെയ്തിട്ട് നമ്മൾ അതിനെ പ്രാപിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനിടയിൽ പല തടസ്സങ്ങളും ഉണ്ടാകും, പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും യോർദാനൊക്കെ നമ്മുടെ മുമ്പിൽ വരും. പക്ഷെ അവിടെയെല്ലാം നമ്മുടെ വിശ്വാസം എന്താ? ഇതിലേക്ക് കൊണ്ട് കാലെടുത്ത് ഞാൻ ചവിട്ടിയാൽ മതി, ബാക്കി ദൈവം അത് ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് നമ്മൾ നടക്കുക എന്നുള്ളത് നമ്മുടെ മാത്രമാണ്. നമ്മളത് ദൈവം തന്നിരിക്കുന്ന പ്രാപിച്ചെടുക്കുക നമ്മുടെ മാത്രം ഉത്തരവാദിത്തം. ഇന്നലെ വൈകിട്ട് ഒരു പുസ്തകം വായിച്ചിരുന്നപ്പോ അതിനകത്ത് പോസ്റ്റ് ഇട്ടെ നാം നേരിടുന്ന പ്രതിസന്ധികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതല്ല,
നമ്മുടെ ശിരസായ ക്രിസ്തുവിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് നമ്മളിലൂടെ തെളിയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മളൊരു പ്രതിസന്ധിയിൽ വന്നാൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ അത് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കരുത്. കാരണം നമുക്ക് നമ്മുടെ തല ആരാ? ക്രിസ്തുവാ, അല്ലെ? നമ്മുടെ ദൈവസഭയാണ്, സഭയുടെ തല ആരാ? ക്രിസ്തുവാ. ആ ക്രിസ്തുവിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നോക്കേണ്ടത്. ഹല്ലേലൂയ. ഇപ്പൊ എന്റെ തല വെച്ചല്ലേ ഞാൻ ചിന്തിക്കുന്ന മൊത്തം, അല്ലെ? പക്ഷെ എന്റെ തല ക്രിസ്തു ആണെങ്കിലോ? ഹല്ലേലൂയ. അപ്പൊ അത് എന്നിട്ട് അത് എന്ത് ചെയ്യണ്ട എന്ന് നമ്മളിലൂടെ തെളിയിക്കാൻ ദൈവത്തിന് ഇഷ്ടം എന്താ? നമ്മൾ ക്രിസ്തുവിലൂടെ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ ക്രിസ്തു, ഞാൻ പറയുന്നത് നമ്മൾ ഇൻ ക്രൈസ്റ്റിലാണെങ്കിൽ, ക്രിസ്തുവിന്റെ റെവലേഷനാണ് നമ്മളെങ്കിൽ, നമ്മൾ ക്രിസ്തുവാണ് ഭരണം ചെയ്യുന്നതെങ്കിൽ, ആമീൻ, ആ ക്രിസ്തു എങ്ങനെ ഒരു കാര്യത്തെ, ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ അതിനെ കാണുന്നു, എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യും, അങ്ങനെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ, കാരണം നമ്മൾ ക്രിസ്തുവിലാണ്, ഇൻ ക്രൈസ്റ്റ് ആണ് നമ്മൾ. ഹാലയിലെ ആമീൻ, ഹാല. അതുപോലെ ക്രിസ്തു നമ്മളിലിരിക്കും, നമ്മൾ ക്രിസ്തുവിലുമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ തല, ഇപ്പൊ ഞാൻ പറയാം, എന്റെ തല ചിന്തിക്കുന്നതേ ഇല്ല എങ്കിൽ പോയില്ലേ? ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ, ഇപ്പൊ ഇവിടെ ഇങ്ങനെ പറയണമെങ്കിൽ എന്റെ തലയ്ക്കകത്ത് എവിടെയൊക്കെയോ ഈ സംഭവം ഉണ്ട്. ഹാലയിൽ എവിടെയൊക്കെ നമ്മൾ തല വെച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മളെ പലതും ചെയ്യാനും ചിന്തിക്കാനും നമുക്ക് നോർമലായിട്ട്. ഇപ്പൊ ചില ആൾക്കാർ പറയും നമ്മൾ മന്ദബുദ്ധികളാന്ന് പറയുന്നത് വെച്ചാൽ അവർക്ക് ബുദ്ധിയില്ല, അവർക്ക് ഒരു കാര്യം ആലോചിച്ച് ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമുക്കൊക്കെ ദൈവം ബുദ്ധി തന്നെ. പക്ഷെ നമ്മുടെ ഈ ബുദ്ധി അങ്ങ് മാറ്റി വെച്ചിട്ട്, നമ്മുടെ ഈ ചിന്താഗതി അങ്ങ് മാറ്റി വെച്ചിട്ട്, ഇത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ കയ്യിലേക്ക് കൊടുക്കുക. ഈ തല അങ്ങ് കർത്താവാണെന്ന് വിചാരിക്കും, കർത്താവാണ് ഈ തല കൊണ്ട് ചിന്തിക്കുന്നതെങ്കിൽ കർത്താവ് ചിന്തിച്ച് എങ്ങനെ ചിന്തിക്കും? കർത്താവ് കൈകാര്യം ചെയ്ത് എങ്ങനെ കൈകാര്യം ചെയ്യും? ഹല്ലേലൂയ. ശിഷ്യന്മാര് ആമേ 4 യാമത്തിൽ ഹാലേലിയ ആമേ കാറ്റിൽപ്പെട്ട് തിരമാലയിൽപ്പെട്ട് തോണി വലഞ്ഞപ്പോൾ ഹാലേലിയ കർത്താവ് യേശുക്രിസ്തു എന്താ ചെയ്തത്? അവിടെ തോണിയൊന്നുമില്ല പിന്നെ പോകാനായിട്ട്. കർത്താവ് എന്ത് വെള്ളത്തിന് മീതെ കയറി നടന്നങ്ങ് എത്തി. ആ പ്രതികൂലത്തെ ചവിട്ടിക്കൊണ്ട് അവരുടെ അടുത്തിലേക്ക് എത്തി. ഹാലേലിയ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അവിടെ പോയി നിൽക്കും. തോണിയുള്ള ആരെങ്കിലും വിളിക്കാൻ നോക്കി, ഇല്ലെങ്കിൽ തോണി വരുന്നതിന് വെയിറ്റ് ചെയ്യും. അല്ലെ നമ്മൾ ചിന്തിച്ച അത്രയൊക്കെ നമ്മുടെ ബുദ്ധിയിലെത്തത്തുള്ളൂ, അല്ലെ? അല്ലെ നമ്മൾ വിചാരിക്കും, നമ്മൾ അറിയോ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം? തോണി ഇല്ല, പോകാൻ പറ്റാം, എന്നാ മാറിയിരുന്ന് ഉറങ്ങിയേക്കാന്നായിരിക്കും നമ്മളല്ലേ? പക്ഷെ ക്രിസ്തുവിന്റെ വെളിപ്പാടിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് പറ്റിയതുപോലെ ഹാലിൽ പലയിടത്തേക്കും കടന്നു ചെല്ലാൻ പറ്റും. ഒരു വാഹനവും വേണ്ട ഹാലി. പക്ഷെ എങ്ങനെയാ? നമ്മൾ ആത്മാവിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ, ആത്മാവിൽ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഹാലേലിയ നമ്മൾ ആത്മമണ്ഡലത്തെ ഹാലിലെ കണ്ടു തുടങ്ങുമ്പോഴത്തേന് നമുക്ക് ഇതുപോലെ ചില ആപത്തിൽപ്പെട്ടിരിക്കുന്നവരുടെ അരികിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റും. എങ്ങനെ? ആത്മാവിൽ നമുക്ക് പോകാൻ പറ്റും. അവിടെ നമുക്ക് വാഹനം വേണ്ട, അവിടെ നമുക്ക് ഫ്ലൈറ്റ് വേണ്ട. രാജ്യങ്ങൾ നടന്ന് കടന്നു ചെല്ലാൻ നമുക്ക് കഴിയും. ഹാലേലിയ. രാജ്യങ്ങളിലേക്ക് പോയി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. എങ്ങനെയാ? ആത്മമണ്ഡലത്തിൽ യാത്ര. അപ്പൊ നമ്മൾ ക്രിസ്തു എങ്ങനെ യാത്ര ചെയ്തു വെച്ചാൽ, ക്രിസ്തു ഇന്ന് പരിശുദ്ധാത്മ എങ്ങനെ വ്യാപരിക്കുന്നു പരിശുദ്ധൻ, അതുപോലെ നമ്മൾ ആത്മമണ്ഡലത്തെ കാണണം. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്രിസ്തുവിന്റെ വെളിപ്പാടിൽ കാണുന്നു. ക്രിസ്തുവിന്റെ വെളിപ്പാടിന് ഹാലേലിയ രാജ്യങ്ങൾ തടസ്സമേ അല്ല, ദൂരെ ഒരു തടസ്സമേ അല്ല. ഹാലലൂയ. മറ്റ് പ്രവർത്തിക്കാനായിട്ട് ഇപ്പൊ ഒരു വാതിൽ കിടക്കുന്ന വാതിൽ ഒരു തടസ്സമേ അല്ല, ഒരു കാരാഗ്രഹം ഒരു തടസ്സമേ അല്ല, ചങ്ങല ഒരു തടസ്സമേ അല്ല. ഹാലയില് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഓരോ സ്ഥലത്തും കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രവർത്തനം നടന്നിട്ട് കാരാഗ്രഹത്തിനകത്ത് ദൂതനെ ഇറങ്ങി വയ്ക്കുന്നുണ്ട്. ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നുണ്ട്. അടിസ്ഥാനം വിളകുന്നുണ്ട്, വാതിൽ തുറക്കുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കാനായിട്ട് കർത്താവ് യേശുക്രിസ്തു ഇതൊന്നും ഒരു തടസ്സമേ അല്ല. എങ്കിൽ നമുക്കതൊന്നും തടസ്സമല്ല. നമ്മുടെ ആത്മമണ്ഡലത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആത്മീയരായിരിക്കും, നമുക്ക് ഇതൊന്നും ഒരു തടസ്സമല്ല. സാറാ മിസ്റ്റർ ഇപ്പം US ഇരിക്കുന്നു. എനിക്കിപ്പോ സാറാ മിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സാറാ മിസ്റ്റർ അടുത്തേക്ക് ആ പരിശുദ്ധാത്മാവിന്റെ സ്പർശിക്കാനൊക്കെ എന്തെങ്കിലും തടസ്സമുണ്ടോ? എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം ആൾ വരാനായിട്ട്. വരേണ്ട കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് കാരണം വെച്ചാൽ നമ്മൾ ആത്മീയ. അപ്പൊ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന എന്താ നമ്മൾ അറിയണം. നമ്മൾ ആരാണ് തിരിച്ചറിഞ്ഞത്. അപ്പൊ ദൈവം ഞാൻ ഇന്നിപ്പോ പറഞ്ഞ അനുഗ്രഹത്തെ കുറിച്ച് നമുക്ക് ദൈവം ഫലയില് തന്നിരിക്കാൻ, ദൈവേ കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് ചെയ്യണേ, നമുക്ക് ഇത് ചെയ്യണേ, ഇത് ചെയ്യണേ, ഇത് തരണേ, ഇത് തരണേ എന്ന് നമ്മൾ പറയാനായിട്ട് ഹാലയിലെ ദൈവത്തോട് പറയുമ്പോൾ ദൈവം അണെന്ന് പറഞ്ഞു, എന്റെ ഒന്നു നീ സമയം കളയണ്ട, അതൊക്കെ ഞാൻ നിനക്ക് തന്നേക്കാം, നീ അത് പോയി എടുക്ക്, ഇന്നടത്ത് വെച്ചിട്ടുണ്ട്, പോയി എടുക്ക്. നമ്മൾ ട്രഷർ കണ്ടെന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പറയും ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ പോകുന്ന ഒരേ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്തപ്പോൾ അവിടെ ഇങ്ങനെ സാധനങ്ങൾ ഇരിക്കും, അത് അവിടെ നിന്ന് എടുക്കണം, പിന്നെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഇരിക്കും, അവിടെ ഇങ്ങനെയാണത് പണ്ടൊക്കെ കളിച്ച് നമുക്ക് ഒരു ഓർമ്മയുണ്ട് ഇങ്ങനെ പോയേക്കുന്നത് അല്ലേ. അപ്പൊ അത് ആ ട്രഷറായിട്ട് അവിടെ ഇരിക്കുക, അതിനെ ചെന്ന് കണ്ടുപിടിച്ച് സ്വന്തമാക്കാൻ പോകുന്ന ആളുടെ ഉത്തരവാദിത്തം.
അത് ഏതോ സ്ഥലത്തേക്ക് എത്തും. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഉണ്ട്, അടുത്തടുത്തേക്ക് അടുത്ത. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ. അല്ല, ഇത് നമുക്ക് വേണ്ടി ദൈവം ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട്. അല്ല, ഈ ഭൂമിയിൽ നമുക്ക് ജനിച്ചപ്പോൾ മുതൽ ഇവിടുന്ന് ഭൂമിയിൽ മാറ്റപ്പെടും വരെ സകല ആവശ്യങ്ങൾക്കും ഹല്ലേലൂയ അത് ഓൾറെഡി. അപ്പൊ നമുക്ക് ഇത് നേരത്തെ കാണാൻ കഴിയാത്തതുകൊണ്ട്, നമ്മൾ ഇത് കണ്ടെത്താത്തതുകൊണ്ട്, നമ്മൾ ക്രിസ്തു എന്ന വെളിപ്പാടിലേക്ക് എത്തി നമ്മൾ ടെൻഷൻ അടിക്കിരുന്നിട്ട്, അയ്യോ നാളെ ഞാൻ എന്തോ ചെയ്യും, നാളെ ഞാൻ എന്തോ ചെയ്യും, നാളെ ഞാൻ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷനൊക്കെ തന്നെ വെക്കും. ഹല്ലേലൂയ. കാരണം നമ്മൾ കൂളായിട്ടിരിക്കും. ഹല്ലേലൂയ. കാരണം വെച്ചാൽ നാളത്തെ കൃത്യം ദൈവം പറഞ്ഞു, നിങ്ങൾ നാളെയെ കുറിച്ച് വിചാരപ്പെടണ്ട. എന്തിനാ ദൈവം അത് പറഞ്ഞത്? അപ്പൊ നാളെ ആകുമ്പോൾ നിങ്ങൾ അവിടെ കിടന്നിട്ട് അനുഭവിച്ചൊന്ന് വിചാരിച്ചാൽ വിചാരപ്പെടല്ല. നിങ്ങൾ വിചാരപ്പെടണ്ട. കാരണം ഇവിടത്തേക്ക് വേണ്ടുന്ന എല്ലാം ഓൾറെഡി ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ നാളത്തെ ദിവസം എന്ത് സംഭവിക്കുന്നു നമുക്ക് ഇന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മുടെ കൂടെ കർത്താവ് യേശുക്രിസ്തു ഉണ്ടെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി ആ സകലം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, നാളത്തെ ദിവസം എനിക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ നാളെ എന്റെ കയ്യിലെത്തും. ഹല്ലേലൂയ. നമ്മൾ ഈ ക്രിസ്തുവിന്റെ വെളിപ്പാടിലേക്ക് ഒന്ന് കയറി കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമുക്ക് ദൈവം എന്ത് ചെയ്തു വെച്ചിരിക്കുന്നു അത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ യോശുവക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് എത്രയോ യുദ്ധങ്ങൾ ഉണ്ടായി അവിടെ, അല്ലെ? എത്രയോ യുദ്ധം. അവിടെ എവിടെയെങ്കിലും ഇവരെ സൈന്യം ബലത്താലാണോ അവര് ജയിച്ചത്? അല്ല. കാരണം എന്താ? ഹല്ലേലൂയ. ഇത് ദൈവമാണ് അവർ ജയിപ്പിക്കുക. കാരണം എന്താ? ദൈവം പറഞ്ഞ ദേശം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങൾ ചെന്നത് സ്വന്തമാക്കിയാൽ മതി. പക്ഷെ നിങ്ങൾ ചെല്ലുമ്പോൾ, നിങ്ങൾ പോകുമ്പോൾ, സ്വന്തമാക്കാൻ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യണം, ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കും, ഞാൻ നിങ്ങൾ കൂടി ഇരിക്കും, എല്ലാം ചെയ്യും. പക്ഷേ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വിട്ട് നീ ഇടത്തോട്ട് വലത്തോട്ടം അത് നിന്റെ വായന്ന് നീങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ചെയ്യാൻ ഉത്തരവാദിത്വം ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനം, പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ശബ്ദം, ഇത് കേട്ട് നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറണം. അത് കേട്ട് അനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകുമെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് വേണ്ടുന്നെല്ലാം കൃത്യസമയത്ത് നമ്മൾ അത് പ്രാപിച്ചെടുക്കാൻ നമുക്ക്. നമ്മൾ എവിടെയൊക്കെ ഒന്ന് ട്വിസ്റ്റ് ആയിട്ട് തെറ്റി മാറിയൊക്കെ പോയപ്പോഴത്തേന് ഹല്ലേലൂയ, അവിടെയൊക്കെ നമ്മൾ പല പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും പെട്ട് മനുഷ്യന്റെ വാക്കൊക്കെ കേട്ട് നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ ഡിസിഷനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അവിടെയൊക്കെ പലപ്പോഴും നമ്മൾ സ്റ്റക്കായി ഇപ്പോൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ മാനുഷികമായ ശബ്ദങ്ങൾക്കാട്ടി എപ്പോഴും ദൈവത്തിന്റെ ശബ്ദത്തിന് മാത്രം ചെവി കൊടുക്കുകയും ഒരിടത്ത് പോലും തടസ്സമില്ലാതെ പോകും. കാരണം ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ഹല്ലേലൂയ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ഏറ്റവും എന്ത് ചെയ്യണമെന്ന് ജനത്തിന് അറിയാതെ, ജനത്തിനെ കൺഫ്യൂസ് ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇന്ന് തുടങ്ങിയിട്ട് നമ്മുടെ സുരേഷ് ബാബു പാസ്റ്റർ ഒരു മീറ്റിംഗ് നടക്കും 3 ദിവസം വൈകിട്ട്. അപ്പം അന്നേരം അതിനുവേണ്ടി പോസ്റ്റർ ഇടുന്ന സഹോദരൻ എടുത്ത് പറഞ്ഞ്, നേരത്തെ ഇങ്ങനെ ഇവിടെ എപ്പോഴും ഈ നല്ല ദൈവദാസന്മാരെ കയറുമ്പോൾ ചിലപ്പോൾ അവരെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ ഈ യൂത്തിന്റെ IPO അങ്ങനെ പല മീറ്റിങ്ങുകളിലൊക്കെ എല്ലാ സഭക്കാരോടും ഈ ചർച്ച കൂടുന്നോ ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല. എല്ലാരും കൂടെ ഒരുമിച്ചൊക്കെ ആയിരിക്കും ചില മീറ്റിങ്ങുകൾക്കൊക്കെ അറ്റൻഡ് ചെയ്യൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പൊ ഇവിടെ ഹല്ലേലൂയ കഴിഞ്ഞ ആഴ്ചയിൽ എന്തോ ഇവിടുത്തെ ചർച്ച് ഓഫ് ഗോഡുകാര്, IPCക്കാര്, AGക്കാരൊക്കെ ഒരു പുതിയ പ്രസ്താവന ഇറക്കിയേക്ക, നിങ്ങൾ ഇവിടുത്തെ നമ്മുടെ സഭയിലെ മീറ്റിങ്ങുകൾക്കല്ലാതെ മറ്റുള്ള പുറത്തുള്ള ഒറ്റ മീറ്റിങ്ങുകൾക്ക് നിങ്ങൾ ആരും കടന്നു പോകരുത്, അതിലൊന്നും പോയി സഹകരിക്കരുത് എന്ന് പറഞ്ഞേക്കാണ്. ഹല്ലേലൂയ. അപ്പം ഞാൻ ഓർക്കുക, ഹല്ലേലൂയ, പിശാചി എത്ര തന്ത്രപരമായിട്ട് ഓരോ സമയത്ത് ഹല്ലേലൂയ അവനവന്റെ ആയുധങ്ങൾ എടുത്ത് പ്രയോഗിപ്പിക്കുന്ന ഹല്ലേലൂയ. അത് ആരെ കൊണ്ടാ? നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ദൈവസഭയ്ക്കുള്ളിൽ നിൽക്കുന്നവരെ കുറിച്ച്. ഇതെന്താ ഭിന്നതയാണിത്? ഹല്ലേലൂയ. ഇവിടെ ദൈവം കർത്താവ് യേശുക്രിസ്തുവിന്റെ ശരീരമാണ് സഭ എന്ന് പറഞ്ഞ ഒന്നേ ഉള്ളൂ. അത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്. അതിലിപ്പോ ചർച്ച് ഓഫ് ഗോഡ് AG എന്നോ ഇൻഡിപെൻഡന്റ് എന്നോ IPC എന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. ഈ ലോകത്തിൽ സകല സഭയെ കിട്ടും. ഒറ്റയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ഒറ്റ സഭയാണ്. ദൈവം കർത്താവ് യേശുക്രിസ്തു തലയായിരിക്കുന്ന ശരീരമാകുന്ന സഭയാണല്ലോ. അവിടെ ഭിന്നതയില്ല. നിങ്ങൾ അങ്ങോട്ട് പോരുത്, നിങ്ങൾ ഇങ്ങോട്ട് പോരുത്, നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ കൂടരുത്, നിങ്ങൾ അറ്റൻഡ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകാൻ പാടില്ലെന്ന് കർശനമായ ഒരു നിയമം വെച്ചിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ പണ്ട് മിക്കവാറും ചില പാസ്റ്റർമാരൊക്കെ പറയാറുണ്ട്, നിങ്ങൾ വേറെ മീറ്റിങ്ങുകൾക്കൊന്നും പോകാൻ പാടില്ല എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. എന്നോട് ഒരു ദിവസം ഇങ്ങനെ എന്തോ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ പറഞ്ഞു, കർത്താവ് യേശുക്രിസ്തു സ്വന്തമാക്കിയത് ഇനി അടിമത്തത്തിൽ കുടുങ്ങിക്കൊണ്ട് ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ UAE ഞാൻ കാണുന്നത് ഏറ്റവും വലിയൊരു, ഇപ്പോഴില്ല കോവിഡിന് മുമ്പൊക്കെ നമ്മൾ കാണുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെല്ലാവരും വന്ന് ശുശ്രൂഷിക്കുന്ന സ്ഥലമാണ്. അവിടെ ഞാൻ ചില വെളിപ്പാടുള്ള ദൈവദാസന്മാർ ഉദ്ദേശിച്ച് അവരുടെ ചർച്ചിലെ മൊത്തം ആൾക്കാരെ കൂടെ അല്ലെങ്കിൽ അവർ വണ്ടി വിളിച്ചുകൂടെ കൊണ്ടുവന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യിക്കും.
കാരണം അവർക്കറിയാം ഈ ചാൻസ് ഒക്കെ ഒരിക്കലേ കിട്ടത്തുള്ളൂ. കാരണം വെച്ചാൽ ഈ ചാൻസ് നമുക്ക് ഒരിക്കലും അവരാകാൻ അവർ കൊടുക്കുന്ന പോലെ കൊടുക്കാൻ ഇതൊരു അവർ വരുന്ന സമയത്ത് അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് അറ്റൻഡ് ചെയ്യിക്കുന്ന ദേവദാസന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതാണ് ശരിക്കും ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഇപ്പൊ ഞാൻ പറയും ഇപ്പൊ ഞാനോട് എത്ര ഘോരം പ്രസംഗിച്ചാലും ഞാൻ കാതറിൻ കുൽമാനൊന്നും ആകത്തില്ല അല്ലെ. ആ ഒരു ലെവലിലൊന്നും മീൻസ് സോറി ആകത്തില്ലെന്ന് സോറി കർത്താവേ പറയുന്നത്. അല്ല ഞാൻ ഇപ്പൊ അവരിൽ അല്ലെങ്കിൽ ഞാൻ പറയും ഇന്നിപ്പോ ഞാൻ പറയാം ഹാലയിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരാൾ വന്നാൽ നമ്മൾ പെട്ടെന്ന് ഇന്ന പോലെ മീറ്റിംഗ് നടക്കാൻ പോകുന്ന ഹാലയിൽ നിങ്ങൾ എല്ലാവരും അത് അറ്റൻഡ് ചെയ്യണം കേട്ടോ. കാരണം വെച്ചാൽ നിങ്ങൾ എല്ലാവരും ആ സമയം വരുന്ന കാരണം എന്താന്ന് വെച്ചാൽ അവർ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കും. ഇപ്പൊ നമ്മുടെ വെനിറ്റാനിയുടെ ഒക്കെ മീറ്റിങ്ങുകൾ കണ്ടാൽ ഞാൻ മനസ്സിലായി അവർ വളരെ ശാന്തമായി നിന്ന് ശുശ്രൂഷിക്കും. പക്ഷെ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഹാലയില് ഈ വർഷങ്ങളായി കിടക്കുന്ന ഈ ജയിക്കാൻ കഴിയാത്ത കേഴ്സ് പോലെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോകുന്ന ഹാലെ അവര് ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് അവർ ശാന്തമായി ശുശ്രൂഷിക്കുമ്പോൾ ആൾക്കാരിൽ അത് മാനിഫെസ്റ്റ് ആയി പോകുന്നതൊക്കെ കാണാറുണ്ട്. ഹാലെ അതൊക്കെ എന്ന് വെച്ചാൽ കാരണം അവരിൽ കിടക്കുന്ന അനോയിന്റിങ്, ആ അനോയിന്റിങ് ഒരിക്കലും നമ്മൾ ആ അനോയിന്റിങ് ആയിരിക്കത്തില്ല. എല്ലാ മനുഷ്യരും വ്യത്യസ്തമായിട്ട് ദൈവം എല്ലാവർക്കും ഹാലയിൽ കൊടുത്തിരിക്കുന്ന കൃപകളും കൃപാവരങ്ങളും ഒരുപോലെയല്ല. എല്ലാവർക്കും കൊടുത്ത വചന വെളിപ്പാട് ഒരുപോലെയല്ല. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരിക്കൽ നമുക്ക് കിട്ടുന്ന ചാൻസ്. പക്ഷെ ഇന്ന് ഞാൻ പറയാ പിശാച് ഇതിന് നമ്മുടെ ഉള്ളിൽ തന്നെ ഭിന്നത ഇടിപ്പിച്ച് മാറ്റി നിർത്തി മനുഷ്യനെ എത്രത്തോളം അതിൽ നിന്നൊക്കെ ആ വരുന്ന വെളിപ്പാടിലേക്ക് കയറാതെ വേണം അല്ലെ അത് പ്രാപിച്ചെടുക്കാതെ വേണം തടസ്സപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഈസി ആയിട്ടല്ല ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് ഒരു സൈഡ് നമ്മൾ ദുരുപദേശങ്ങൾ ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്, ഒരു സൈഡ് നമ്മൾ മറ്റെന്തൊക്കെയോ കേട്ടു ഒരു വഴിയിലൂടെ പോകുന്ന ഒരു സൈഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പൊ ഇതെല്ലാം കൊണ്ട് നമ്മൾ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹാലേലിയ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ പരിശുദ്ധാത്മാവിന് ഹാലേലിയ ചെവി കൊടുത്ത് മാത്രം പരിശുദ്ധ ദൈവത്തിന്റെ വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതനുസരിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം കേട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹാലേലൂയ അവിടെയാണ് ദൈവത്തിന്റെ ദൈവികമായ ഹാലേലിയ അനുഗ്രഹം നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയുന്നത്. ഏത് മനുഷ്യർ ഉപദേശിച്ചാലും നമ്മൾ ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ മനുഷ്യന് പരിമിതികളുണ്ട്, മനുഷ്യന് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറയുന്ന നടക്കുന്നു. മനുഷ്യന് അവന്റെ എല്ലാത്തിനും പക്ഷെ ദൈവത്തിന് ഒരു കാര്യത്തിൽ നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഒരിടത്തും പോയിട്ട് കുഴി വീഴത്തില്ല. കാരണം നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത് സർവശക്തനായ സ്വർഗത്തിന്റെയും ഭൂമിയുടെ സൃഷ്ടാവായ ദൈവമാണ് നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത്. ആ ദൈവത്തിന്റെ കരം പിടിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ശത്രുവും നമ്മുടെ നേരെ നിൽക്കത്തില്ല. ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മുടെ ആത്മാവിനെ നമ്മുടെ വ്യക്തിയായി കണ്ട് നമ്മുടെ കൂടെ ഞാനിപ്പോ ഒരു സ്ഥലത്തേക്ക് ചെന്ന് നിൽക്കാൻ എന്റെ കൂടെ നിൽക്കുന്ന ഹാലേലിയ ദൈവത്തെ കർത്താവിനെയാണ് മുമ്പ് നിൽക്കുന്നവർ കാണുന്നെങ്കിൽ ശത്രു കാണുന്നെങ്കിൽ നമ്മളൊന്നും പറയണ്ട പിശാചെന്ന് പോലും പറയണ്ട ഓടിക്കൊള്ളും കാണുന്നതിന് മുമ്പ് ഓടും പക്ഷെ നമ്മൾ തന്നെ പോകാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അവന്റെ വായിലേക്ക് ചെന്ന് വീണു കൊടുക്കുന്നത്. കാരണം വളരെ ഇമ്പോർട്ടന്റ് ഈ ദിവസങ്ങളിൽ നമ്മൾ ആത്മാക്കണ്ണ് തുറക്കും. കാരണം ഇന്നലെ രാത്രി എനിക്ക് ഭയങ്കര ബോഡി പെയിൻ, എനിക്ക് കാലുവേദന എടുക്കുന്നത്, കൈവേദന എടുക്കുന്നത്, പിടലുവേദന എടുക്കുന്നൊക്കെയാണ്. അപ്പോൾ മോള് പ്രാർത്ഥന അവള് കേട്ട് അവൾക്ക് കൈയൊക്കെ വെച്ചിട്ട് യേശുവിന്റെ അധികാരം നാത്ത് വിട്ടുമാറട്ടെ, രോഗം മാറട്ടെ, ഇത് മാറട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങൾ പ്രാർത്ഥന ഞാനിങ്ങനെ വെളിപ്പാടി കാണുന്നുണ്ട്. ഒരു നമ്മുടെ ഇങ്ങനെ പറയാ ദൂരെ ഒരു കാല് ഒരു പട്ട് പോലത്തെ തുണി ഇട്ട് 2 കാല്, അത് കാലെന്ന് വെച്ചാൽ എന്താ പറയാ നമ്മളീ ഇതിലൊക്കെ കാണുന്ന പോലൊരു മോള് ഭാഷയില്ല താഴെ പാമ്പ് അതിങ്ങനെ ഇങ്ങനെ 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 ആടിക്കൊണ്ടിരിക്കുന്നൊരു കാണുന്നു. അപ്പൊ ഞാനത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അന്യഭാഷ പ്രാർത്ഥിച്ചപ്പോഴത്തേന് ഇത് പെട്ടെന്ന് ശരീരം ഫ്രീ ആയി. കാരണം നമ്മുടെയൊക്കെ ശരീരത്തിലേക്ക് ദുരാത്മ ശക്തികൾ പലപ്പോഴും പല വേദന എന്തായി വരുന്നതെന്ന് നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് രോഗമാണോ, ഇത് വല്ല പോരാട്ടമാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ പിശാചിനെ പല വിധത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു രോഗമായിട്ട് വേദനയായിട്ടൊക്കെ ആയിട്ട് എൻട്രി ചെയ്യും. ഇത് എൻട്രി ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് വരുന്ന ഉടനെ നമ്മൾ അതിനെ പ്രാർത്ഥിക്കാനിരിക്കും. ഞാൻ എന്നിട്ട് മോളോട് പറഞ്ഞു നീ പ്രാർത്ഥിച്ച് കറക്റ്റ്, പക്ഷേ നിന്റെ ആത്മ കണ്ണ് കൂടെ തുറക്കാനായിട്ട് നീ അത് കൂടെ കാരണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതിന് നമ്മൾ കാണണം. കണ്ടിട്ട് വേണം നമ്മൾ അതിനെ അതിനെ ശാസിക്കാനായിട്ട്. നമ്മൾ കാണാതെ എന്താ പറയാ ഇരുന്ന് നമ്മൾ പറയുന്ന എന്തെവിടെ വെക്കാന്ന് പറയാം, അതുപോലെ ഏതോ പറയത്തില്ല, അതുപോലെ ആയിരിക്കില്ല നമ്മൾ ആത്മമണ്ഡലം. എപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന് മുമ്പ് അതിന് പിന്നിൽ വ്യാപരിക ശക്തി ഏതെന്ന് തിരിച്ചറിയണം ഫസ്റ്റ്. അത് കണ്ടു വേണം നമ്മൾ അതിനെ ഔട്ടാക്കാനായിട്ട്. കാരണം വെച്ചാൽ നമ്മളതിനെ കാണുന്നത് കണ്ട പിന്നെ ആ നിമിഷം
അത് കാണുന്നില്ല, അത് മറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കത് മറിഞ്ഞിരിക്കുകയാണെങ്കിൽ പലപ്പോഴും ശരി പ്രാർത്ഥിക്കുമ്പോൾ അത് വിട്ടുമാറും. പക്ഷെ ഈ മറിഞ്ഞിരിക്കുന്ന സാധനത്തിൽ മനസ്സിലാവും ഇവരെന്നെ കണ്ടിട്ടില്ല കേട്ടോ, അപ്പൊ എനിക്ക് ഇവിടെ ഇങ്ങനെ എഴുതി മാറി എന്നിട്ട് വീണ്ടും വരാം കേട്ടോ എന്ന് വിചാരിക്കും. അപ്പൊ അതിനെ തിരിച്ചറിയാൻ തന്നെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാവരും ഞാൻ പറയാം, നിങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ വായെ ചെയ്യേ തായെ എന്നല്ല നിങ്ങൾ പറയേണ്ട. ഹാലയിലെ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. സകല ഈ ഭൂമിയിലുള്ള ഹാലയിലെ എല്ലാ കർത്തൃത്വത്തിനും വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മേലെ എല്ലാം നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കണമെന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്ക് വേണ്ട സകലവിധ അനുഗ്രഹം, ആത്മീയ അനുഗ്രഹം എന്ന് തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. ആത്മീയ അനുഗ്രഹത്തിൽ തന്നെയാണ് നമ്മുടെ ഭൗതികം കണക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് അപ്പൊ നമുക്ക് വേണ്ടുന്ന എല്ലാം ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഇത് ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ സ്വന്തമാക്കുക, ചെന്ന് അവകാശമാക്കുക, ഇതിനെ നേടിയെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടെ കയ്യിൽ എപ്പോഴും ഇരിക്കുന്നു. ദൈവം തന്നിരുന്ന പിന്നെ ഇറങ്ങിയെടുക്കുക, എവിടെയെങ്കിലും മാറിയെടുക്കുക, കർത്താവെല്ലാം തന്നിട്ടുണ്ടല്ലോ, സമയം ഇങ്ങ് വന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ചില ആൾക്കാർക്ക് പറ്റുന്ന കാര്യം അതാ, ദൈവം എല്ലാം തന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇനി എവിടെയെങ്കിലും മാറി കൈയും കെട്ടി ഇരുന്നാൽ മതി, നമുക്ക് ഇതിന് വരും. നോ, അത് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് പോയിട്ട് അവകാശമാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പൊ ദൈവം നമുക്ക് എല്ലാം സകലവും തന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ, ആമീൻ, ഹല്ലേലൂയ. നമ്മളിപ്പോ ഒരു വീടൊക്കെ വെക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം പലപ്പോഴും പലർക്കും വേണ്ടി പ്രാർത്ഥന ഞാൻ കണ്ടിട്ടുണ്ട്. ആ വീട് ഒരു സ്ഥലം പോലും വാങ്ങിയിട്ട്, പക്ഷെ സ്ഥലവും കാണിക്കും, ആ വീട് എങ്ങനെയുള്ള വീടാണെന്ന് കൃത്യമായി കാണിക്കും. അവരുടെ കയ്യിൽ അന്നേരം പൈസ പോലും ഉണ്ടാകത്തില്ല. 2 നില വീടൊക്കെ കാണിക്കുമ്പോൾ എന്റെ പൊന്ന സിസ്റ്റർ ഇതെങ്ങനെ, കാറിന്റെ കാര്യം, കാറ് കാണിക്കുമ്പോൾ അയ്യോ സിസ്റ്റർ നമുക്കിപ്പോ എങ്ങനെ കാറ് പോയി. പക്ഷെ ഇത് കാണിക്കുന്ന ദൈവമാണെങ്കിൽ നിങ്ങൾ ദൈവത്തിനെ വിശ്വസിച്ച് ദൈവത്തിന്റെ വാക്കുകയായിട്ട് അനുസരിച്ച് അതെല്ലാം അങ്ങനെ തന്നെ വരും അല്ലേ? കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി പലരും പൈസയൊക്കെ കൂട്ടി വെച്ച്, അല്ലെങ്കിൽ പലരും ആമേക്കാൾ തെറ്റോട്ടോ മറ്റോട്ടോ ഓടുന്ന കാണാം. പക്ഷെ ഞാൻ പറയും, എത്ര കോടികൾ കയ്യിലിരുന്നാലും കുഞ്ഞുങ്ങളുടെ വിവാഹം ദൈവമാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് ദൈവത്തിന്റെ സമയത്ത് നടക്കത്തുള്ളൂ. അപ്പൊ ആ ദൈവത്തിന്റെ അത് തന്നെ തുറന്നു വരാൻ വേണ്ടി, അല്ലെ നമ്മൾ മാനുഷ്യമായി പോയിട്ട് മാനുഷ്യമായിട്ട് വിവാഹങ്ങൾ നടക്കും. ദൈവത്തിന്റെ പദ്ധതി അല്ലാത്ത നടക്കും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും ദൈവീയ പദ്ധതി. പക്ഷെ ഇത് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നമ്മൾ വിദ്യാഭ്യാസം, കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ, നമ്മൾ പലപ്പോഴും ദൈവിക പദ്ധതി വിട്ട് നമ്മുടെ മാനുഷ്യമായ രീതി നമ്മൾ ചൂസ് ചെയ്യും. അത് നടക്കും. ദൈവീകതമല്ലാതെ കുഞ്ഞുങ്ങൾ വാങ്ങിച്ച മക്കളുണ്ടാവും, തലമുറ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ നമുക്കറിയാം പലവിധ തടസ്സങ്ങൾ, പലവിധ പ്രശ്നങ്ങൾ അതിലേക്ക് കടന്നു വരുന്നത് നമുക്കറിയാൻ പറ്റും. പക്ഷെ ഇത് നമ്മൾ ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നതിലേക്ക് നമ്മൾ എത്തുന്നില്ല. നമ്മൾ മാനുഷ്യ ബുദ്ധി അനുസരിച്ച് പോകുന്നത് പലപ്പോഴും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ ഗ്രൂപ്പ് പലരും ഞാൻ പറയും, ദൈവം നമ്മൾ കണ്ടപ്പോൾ ഒരാളോട് പറയാ, സിസ്റ്റർ നിങ്ങൾക്കൊരു വീട് കാണുന്നു കേട്ടോ, നിങ്ങൾക്കൊരു കാറ് കാണുന്നെന്ന് കേട്ടോ എന്ന് പറയുമ്പം ദൈവം പറഞ്ഞില്ല, എന്നാൽ ദൈവത്തിന് കുറച്ച് എളുപ്പമാക്കുക, നമുക്ക് പോയിട്ട് ദൈവം കാറ് പറഞ്ഞില്ല, പോയിട്ട് കടം മേടിച്ച് ലോൺ എടുത്ത് ഒരു കാറ് വാങ്ങിച്ചേക്കാം. ദൈവത്തിന്റെ പ്രവൃത്തിയെ നിങ്ങൾ ദൈവത്തിന് എന്താ പറയാ ഈസിയാകാൻ ദൈവത്തിനെ സഹായിക്കാൻ പോകുന്നു പറയുന്നത്. ഞാൻ പറയും, ദൈവത്തിനെ സഹായിക്കുമ്പോൾ നമ്മളോടൊരു കാര്യം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കടം വാങ്ങാതെ, ആരോടും വിളിച്ച് ചോദിക്കാതെ അടങ്ങിയിരിക്കാൻ പറഞ്ഞു അവിടെ അടങ്ങിയിരിക്കണം. ഹല്ലേലൂയ. എനിക്ക് ഇങ്ങനെ ആവശ്യമുണ്ട്, തരുവോ സിസ്റ്റർ, ബ്രദർ തരുവോ? അതിന്റെ ആവശ്യമില്ല. കാരണം ദൈവം എന്നോട് അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് ചെയ്യാൻ വേണ്ടി, ദൈവത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ അവസരം കൊടുക്കണം. ഇന്ന് പലപ്പോഴും ദൈവമക്കൾക്ക് ഇല്ലാത്ത പ്രശ്നം അതാണ്. അവർ ദൈവത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി അവസരം കൊടുക്കത്തില്ല, ദൈവത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല, സ്വന്തമായിട്ട് കയറി അതിനെക്കാട്ട് മുമ്പേ കയറി ചെയ്യും. എന്നിട്ട് പിന്നെ അതിന്മേ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ട് കഴിയുമ്പോൾ കടന്ന് കരയും. കർത്താവെ വരണമേ രക്ഷിക്കണം, കർത്താവ് ഞാൻ പറഞ്ഞിട്ടാണോ നീ ഇത് ചെയ്തത്? പക്ഷെ എന്നാലും കർത്താവ് ഹല്ലേലൂയ, നമ്മൾ നിലവിളിച്ച ദൈവം ചിലപ്പോൾ രക്ഷിക്കും കേട്ടോ. നമ്മുടെ യോശാഫത്തിനെ രക്ഷിച്ച കണക്ക്. ഹല്ലേലൂയ. ആഹാബിനോടൊപ്പം ദൈവം പറഞ്ഞൊന്നുമില്ല, പക്ഷെ പോയി പെട്ട് കഴിയുമ്പോൾ അവിടെ നിലവിളിച്ചപ്പോൾ ദൈവം വിടുവിച്ചതുപോലെ ചിലപ്പോഴൊക്കെ വിടുവിക്കും. പക്ഷേ അവിടെ കയ്യം വിളിക്കേണ്ടി വരുന്നുണ്ടോ? യോനായോട് പറഞ്ഞു പോകാതെ മറ്റിടത്തേക്ക് പോയ യോന മത്സ്യത്തിനുള്ളിൽ പോയി പെട്ട് കഴിഞ്ഞപ്പോ അവിടെ കിടന്ന് അയ്യം വിളിച്ചു. വിളിച്ചപ്പോ ദൈവം വിടുവിച്ച്. അത് സത്യം, ദൈവത്തിന്റെ കരുണയാട്ടോ. ഹല്ലേലൂയ. നമ്മുടെ ഇതുകൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ കരുണയാണ്. ദൈവത്തിന്റെ ഹല്ലേലൂയ, ആ കരുണയ്ക്ക് ഒരു മാറ്റം വരാത്ത, ദൈവത്തിന്റെ സ്നേഹത്തിന് മാറ്റം വരാത്ത, ദൈവം വിശ്വസ്തനായത് കൊണ്ടൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇന്ന് തുടങ്ങിയിട്ട് നമ്മുടെ ചിന്താമണി നമുക്കൊരു ആവശ്യമുണ്ട് മുൻപിൽ. നമ്മൾ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഇന്നൊരു ആവശ്യം നമ്മുടെ മുമ്പിൽ നിൽക്കാൻ, നിങ്ങൾക്ക് ദൈവം അത് ദൈവമാണ് നമ്മളെ നമ്മൾ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ച്, ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ പറയും, ആ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ നാട്ടുകാരോടും വീട്ടുകാരോടും മറ്റുള്ളവരോടും ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല, യാചിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വിശ്വാസത്തോട് പ്രാർത്ഥനയോട് ദൈവസന്നിധി ഇരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക്
നമുക്ക് തക്ക സമയത്ത് ദൈവം നമുക്ക് ഒരുക്കി തരും. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് ബുദ്ധിമുട്ടുകൾ, ഏത് പ്രയാസങ്ങൾ, ഏത് പ്രതികൂലങ്ങൾ മുമ്പേ നമ്മൾ തന്നെ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മുടെ ബുദ്ധിക്ക് ശക്തിക്ക് മനസ്സിൽ സോൾവ് ചെയ്യാൻ നമ്മുടെ തലയാകുന്ന ക്രിസ്തുവിനെ കൊണ്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. ക്രിസ്തുവിന് അതിനെ വിട്ടുകൊടുക്കണം. നമ്മുടെ ചിന്താമണ്ഡലം കർത്താവിന്റെ ചിന്ത. ഞാൻ ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ മുമ്പിൽ വലിയൊരു പ്രതികൂലം നിൽക്കും മുമ്പിൽ എന്റെ ഇവിടെ ഇപ്പൊ നമ്മള് കേരളത്തിൽ ഇപ്പൊ പ്രതിസന്ധി ഇപ്പൊ നമ്മളെല്ലാരും ഭയപ്പെട്ട് എല്ലാരും പ്രാർത്ഥിച്ചു ഇപ്പൊ ഫ്ലഡ് വരാൻ പോകുന്നു ഒക്കെ പറഞ്ഞിട്ട് കേട്ടപ്പോ അല്ലെ. അപ്പൊ ഞാൻ ചെയ്യുന്ന വെളിപ്പാടുള്ളവനാണെങ്കിൽ ഇത് കേട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് കർത്താവിന്റെ കണ്ണിലൂടെ ഇത് കാണാൻ ശ്രമിച്ച കർത്താവിന്റെ ബുദ്ധിയിൽ ചിന്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ അനങ്ങാതിരിക്കും. ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ ഒരു കാര്യം നമ്മൾ തുടങ്ങിയാൽ പൂർത്തിയാക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ പദ്ധതി. അപ്പൊ ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കണം നമ്മൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്നിനെ നമ്മൾ സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കല്. ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ അവിടെ വീശി അടിക്കുന്ന കാറ്റ് ന്യൂനമർദ്ദം കൊണ്ട് കേരളത്തിന്റെ തീരത്തേക്ക് വീശിട്ട് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിചാരിച്ചത് തടയാൻ പറ്റുമായിരുന്നു? അവിടുത്തെ സകല എയർഫോഴ്സും സകല നേവിയും സകല എന്താ പറയാ ആർമിയും എല്ലാം കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ തടസ്സപ്പെടുത്തി നിർത്താൻ പറ്റുമായിരുന്നു? ഇല്ല. പക്ഷെ ക്രിസ്തുവിൽ നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എന്ത് പറ്റി? അത് മാറിപ്പോയി. ക്രിസ്തു എന്ന വെളിപ്പാട് ക്രിസ്തുവിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചു നമ്മൾ അത് ഈസി ആയിട്ട് കേരള തീരം വിട്ട് മാറിപ്പോയി. അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. പക്ഷേങ്കിൽ ബുദ്ധിപരമായിട്ട് നമ്മൾ അതിനെ നേരിടാൻ ശ്രമിച്ചെങ്കിൽ ശക്തിപരമായിട്ട് നമ്മുടെ ശക്തി കൊണ്ട് നേരിടാൻ ശ്രമിച്ചു അതിന് ഒരിക്കലും തടസ്സപ്പെടുത്തി നിർത്താൻ പറ്റത്തില്ല. ഇതുപോലെ ഓരോ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതികൂലമായിട്ട് ഏത് പ്രതിസന്ധിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു രോഗം വന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്ന് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ തകർച്ച വരുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ പല ആൾക്കാരും ലോണ് ജപ്തി എന്നൊക്കെ പറയുമ്പോഴത്തേനോട് പലപ്പോഴും പറയാം അയ്യോ സിസ്റ്റർ ഇതുപോലെ അവരോട് നോട്ടീസ് ഒട്ടിക്കും അല്ലെങ്കിൽ ജപ്തി തരും. അപ്പൊ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ പറയും നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണോ? കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നത്. നമ്മുടെ കർത്താവ് അറിയാതെ അവിടെ ഒരു നോട്ടീസും പതിയത്തില്ല. ഹല്ലേലൂയ. കാരണം ഒന്നുകിൽ കർത്താവിന് മുമ്പ് നിങ്ങൾക്ക് അത് അടയ്ക്കാനുള്ള പൈസ തരും, ഇല്ലെങ്കിൽ കർത്താവിനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തും. ഹല്ലേലൂയ. ഇന്ന് വരെ ആ പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ പൈസ അടച്ചിട്ടുമില്ല, നോട്ടീസ് ഒട്ടിച്ചിട്ടുമില്ല. ഇപ്പൊ എനിക്കൊന്ന് 10 മാസത്തോളം ആയെന്ന് തോന്നുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇതാണ് നമുക്ക് അത് നമ്മുടെ ദൈവത്തിന് നമ്മുടെ ദൈവം ആരാണ് തിരിച്ചറിഞ്ഞത്. ഹല്ലേലൂയ. ഒന്നിനൊരു വിഷയം നമ്മുടെ മുമ്പ് വെച്ചാൽ ദൈവം അതിനുമ്പ് സോൾവ് ചെയ്യും. ഇല്ലെങ്കിൽ ദൈവത്തിന് അറിയാം ഇടപെടേണ്ടവർ ഇടപെടാൻ അധികാരിയോട് കൽപ്പിക്കാൻ ദൈവത്തിന് അറിയാം. ആ ദൈവത്തിൽ ആശ്രയിക്കാതെ ഓടി നടന്ന് കടം വായിക്കാനും മറ്റു കാര്യങ്ങൾക്കും പോകാതിരുന്നാൽ മാത്രം മതി. ഹല്ലേലൂയ. ഇവിടെയൊക്കെയാണ് നമ്മൾ നമ്മൾ നമ്മുടെ ദൈവത്തെ തിരിച്ചറിയും, ദൈവത്തിന്റെ പ്രവർത്തി. അപ്പൊ നമുക്ക് വേണ്ടുന്ന സകലവിധ ആത്മീയ നമ്മൾ വായിച്ച കുറിവാക്കി എഫേസ്യരുടെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ ക്രിസ്തു അനുഗ്രഹിക്കുമെന്നല്ല അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ദൈവം പിതാമൻ വാഴ്ത്തപ്പെട്ടു. അപ്പൊ നമ്മളെ സകല അനുഗ്രഹത്താലും ആത്മീയമായിട്ട് ഭൗതികമായിട്ട് സകല അനുഗ്രഹത്താൽ നമ്മെ അനുഗ്രഹിച്ചിട്ട് ദൈവം ആത്മീയമായി തന്നെ എഴുതിയേക്കും. പലപ്പോഴും നമ്മൾ ഇത് ആത്മീയ അനുഗ്രഹം അല്ലേന്ന് ഇരിക്കും. ആത്മീയത്തിൽ തന്നെയാണ് നമ്മുടെ ഭൗതിക അനുഗ്രഹങ്ങളെല്ലാം കണക്ട് ആയിരിക്കുന്ന അതുകൊണ്ട് ആത്മീയമായി നമ്മളെ അനുഗ്രഹിച്ച ദൈവം ഭൗതികമായി നമ്മൾ അനുഗ്രഹിച്ചിരിക്കുന്നു. അത് ആത്മീയരായ നമുക്ക് ദൈവത്തിന്റെ മക്കളായ നമുക്ക് സകല അനുഗ്രഹങ്ങളും ആത്മീയമായി തന്നെയാണ്. അതിനകത്തൂടാണ് നമ്മൾ അതിന് സ്വന്തമാക്കണം. അതുകൊണ്ട് നമുക്ക് വേണ്ട സകല അനുഗ്രഹത്താൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി അനുഗ്രഹിക്കാമെന്നല്ല, ആവശ്യം വരുമ്പോൾ ഞാൻ അനുഗ്രഹിക്കുമെന്നല്ല അനുഗ്രഹിച്ചു. അപ്പൊ അത് ദേശം നമുക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ പോയത് സ്വന്തമാക്കണമെന്ന് പറഞ്ഞു. ഈ അനുഗ്രഹം നമുക്ക് തന്നിരിക്കുന്നു. ഇത് സ്വന്തമാക്കുക എന്നുള്ളത് തക്ക സമയത്ത് അത് പ്രാപിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വം. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുക, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് അതിനെ മാത്രം ഫോളോ ചെയ്യുക. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തെ തിരിച്ചറിഞ്ഞ് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിന്റെ ഹിതപ്രകാരം നടന്നാൽ മാത്രം മതി. മറ്റൊന്നും നമ്മൾ ചെയ്യേണ്ട ഒരു നേർച്ച കാഴ്ചകളില്ല, നമുക്ക് യാഗങ്ങളില്ല. അങ്ങനെ ഒന്നും കൊടുത്ത് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുക നമ്മുടെ പ്രവൃത്തി കൊണ്ട് മാത്രമാണ്. ദൈവത്തിന്റെ ഹിതം എന്താണോ, ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അത് ചെയ്ത് വേണം നമ്മുടെ വാക്തത്വം നമ്മൾ പ്രാപിച്ചെടുക്കാനാണ്. ആ
ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുക. ഹാലെ, അപ്പൊ ദൈവത്തിനെ ഇഷ്ടം ചെയ്ത് ആ വാഗ്ദത്തങ്ങൾ ഓരോന്നും പ്രാപിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരും ഉത്തരവാദിത്തം. അതിനായിട്ട് ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹലെ, ഇന്ന് തുടങ്ങിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഹലേലിയ തായേ എന്നല്ല, തന്നതിനെ പ്രാപിക്കാൻ വേണ്ടി ദൈവത്തിന്റെ കൃപ ചോദിക്കുക. ദൈവത്തിന്റെ ശക്തി എന്താണ് നമുക്ക് കുറവായിട്ട് നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ, അതിനെ ഹാലേലിയ പരിഹരിച്ച് മുൻപോട്ട് പോകാനുള്ള